നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷീല കുരാക്ക. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ. ഷാജഹാൻ സ്ഥാനമൊഴിഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിനിടെ പോലീസ് വലിച്ചിഴച്ചു. ആരോഗ്യം തകർന്നെന്ന് ദയാബായ്. മിസസ് ഇന്റർനാഷണൽ മലയാളി ഡോക്ടർ ഫസ്റ്റ് റണ്ണറപ്പ്. വിഷുക്കണി കിറ്റും കൈനീട്ടം കൂപ്പണുമായി സപ്ലൈകോ. റെയിൽവേ കുടിശ്ശിക കരാറുകാർക്ക് ലഭിക്കാനുള്ളത് 208 കോടി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് പരിശീലനം. വാർത്തകൾ വിശദമായി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ. ഷാജഹാൻ സ്ഥാനമൊഴിഞ്ഞു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ. ഷാജഹാൻ 5 വർഷം കാലാവധി പൂർത്തിയാക്കി സ്ഥാനമൊഴിഞ്ഞു. IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹം വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരിക്കെ 2021 മാർച്ച് 31-നാണ് സ്ഥാനമേറ്റത്. തിരുവനന്തപുരം സ്വദേശിയായ അദ്ദേഹം 2000-ലാണ് സിവിൽ സർവീസിലെത്തിയത്. തദ്ദേശം, സാമൂഹ്യനീതി, ന്യൂനപക്ഷ ക്ഷേമം ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ മേധാവിയായിരുന്നു. 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പും ഒട്ടേറെ ഉപതെരഞ്ഞെടുപ്പുകളും അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് നടത്തിയത്. തദ്ദേശ വാർഡുകളിലെ വിഭജനം നടത്തിയ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാനായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിനിടെ പോലീസ് വലിച്ചിഴച്ചു. ആരോഗ്യം തകർന്നെന്ന് ദയാബായി. പോലീസുകാരൻ അശ്രദ്ധമായി ആംബുലൻസിലേക്ക് വലിച്ചിഴച്ചതിനാൽ തന്റെ ആരോഗ്യം തകർന്നെന്ന ആരോപണവുമായി സാമൂഹ്യ പ്രവർത്തക ദയാബായി. കാസർഗോഡിന് എയിംസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 2022-ൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ 18 ദിവസം നിരാഹാര സമരം കിടന്നിരുന്നു. അന്ന് അവിടുത്തെ DYSP തന്നെ ആംബുലൻസിലേക്ക് വലിച്ചിഴച്ച് കയറ്റി. ആശുപത്രിയിൽ എത്തിക്കേണ്ട പ്രശ്നമൊന്നുമില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടും പോലീസുകാർ കേട്ടില്ല. വളരെ അശ്രദ്ധമായ രീതിയിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ എന്നെ ആംബുലൻസിലേക്ക് എടുത്തിട്ടത്. ആ സമയത്ത് തന്നെ എൻ്റെ ഇടുപ്പിലിന് പരിക്കുണ്ടായി. അതോടെ ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കാതെയായി. നടക്കാനും പ്രയാസം അനുഭവപ്പെട്ടു. തുടർന്ന് കഴിഞ്ഞ ദിവസം വീണതിനെ തുടർന്ന് എല്ലിന് പൊട്ടലുണ്ടായി. ഭോപ്പാലിലുള്ള ദയാബായി പറയുന്നു. ഭോപ്പാലിലെ ഫ്രാക്ചർ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. തുടർന്ന് അവിടുത്തെ ആശാനികേതൻ ആശുപത്രിയിലേക്ക് മാറ്റി. മിസസ് ഇന്റർനാഷണൽ മലയാളി ഡോക്ടർ ഫസ്റ്റ് റണ്ണറപ്പ്. മലേഷ്യയിലെ കൊലാലംപൂരിൽ നടന്ന മിസസ് ഇന്റർനാഷണൽ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പായി മലയാളി ഡോക്ടർ കോഴിക്കോട് സ്വദേശിനിയും മോഡലുമായ ഡോക്ടർ ഷിക സന്തോഷാണ് നേട്ടം കരസ്ഥമാക്കിയത്. തമിഴ്, മലയാളം സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. സന്തോഷ് കുമാർ, സ്വപ്ന സന്തോഷ് ദമ്പതികളുടെ മകളാണ്. ഭർത്താവ് SG അരവിന്ദ്. കഴിഞ്ഞ വർഷം ജയ്പൂരിൽ നടന്ന മിസസ് ഇന്ത്യ മത്സരത്തിലും റണ്ണറപ്പായിരുന്നു. വിഷുക്കണി കിറ്റും കൈനീട്ടം കൂപ്പണുമായി സപ്ലൈകോ. നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ വിഷുക്കൈനീട്ടം കൂപ്പൺ, 16 ആവശ്യ സാധനങ്ങൾ അടങ്ങിയ വിഷുക്കണി പ്രത്യേക കിറ്റ് എന്നിവ ഉൾപ്പെടുത്തി സപ്ലൈകോയുടെ ഈസ്റ്റർ വിഷു ചന്തകൾ ഇന്ന് ആരംഭിക്കും. മാവേലി സ്റ്റോറുകൾ ഒഴികെയുള്ള വിൽപ്പനശാലകളാണ് 14 വരെ ചന്തകളായി മാറുന്നത്. സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകളും പെട്രോൾ ബങ്കുകളും LPG ഔട്ട്ലെറ്റുകളും ഒഴികെയുള്ള വിൽപ്പനശാലകളിൽ നിന്ന് 1000 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് വിഷുക്കൈനീട്ടമായി 101 രൂപയുടെ കൂപ്പൺ ലഭിക്കും. ഈ കൂപ്പൺ ഏപ്രിൽ 16 മുതൽ മെയ് 30 വരെ സപ്ലൈകോയുടെ ഏതെങ്കിലും വിൽപ്പനശാലകളിൽ നിന്ന് 1000 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങിയാൽ റെഡീം ചെയ്യാം. 1250 രൂപയുടെ 16 സാധനങ്ങളാണ് പ്രത്യേക വിഷുക്കണി കിറ്റിൽ ഉൾപ്പെടുത്തി 1001 രൂപയ്ക്ക് സപ്ലൈകോ നൽകുന്നത്. പഞ്ചസാര, ചെറുപയർ, വൻപയർ, കടല, ശർക്കരപ്പൊടി, ശബരി പായസം മിക്സ്, പായസക്കൂട്ട്, മിൽമ നെയ്യ്, ശബരി വെളിച്ചെണ്ണ, ഗോൾഡ് ചായപ്പൊടി, ജീരകം, കടുക്, ഉപ്പ്, പുട്ടുപൊടി, അപ്പപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല എന്നിവ അടങ്ങിയതാണ് കിറ്റ്. റെയിൽവേ കുടിശ്ശിക. കരാറുകാർക്ക് ലഭിക്കാനുള്ളത് 208 കോടി. ഏപ്രിൽ ആദ്യവാരം കുടിശ്ശിക തുക ലഭിച്ചില്ലെങ്കിൽ റെയിൽവേ പണികൾ നിർത്തിവെച്ച് സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് സതേൺ റെയിൽവേ കോൺട്രാക്ടർ ഓർഗനൈസേഷൻ. തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനിൽ ട്രാക്ക് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവിധ ജോലികളുടെയും റെയിൽവേ പദ്ധതികളുടെയും കുടിശ്ശിക തുകയായി 208 കോടി രൂപയാണ് കരാറുകാർക്ക് ലഭിക്കാനുള്ളത്. മഴ കുറവുള്ള ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണികൾ നടക്കുന്നത്. ഈ ഘട്ടത്തിൽ പണം ലഭിക്കാതിരുന്നാൽ പദ്ധതികളെ ദോഷകരമായി ബാധിക്കുമെന്ന് SRCO ഡിവിഷണൽ പ്രസിഡന്റ് V. സുരേഷ് കുമാർ, ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ നജീബ് മണ്ണേൽ എന്നിവർ പറഞ്ഞു. ജൂണിൽ മഴ തുടങ്ങിയാൽ പാത ഇരട്ടിപ്പിക്കൽ സൈറ്റുകളിൽ നിർമ്മാണം മുടങ്ങും. ഫെബ്രുവരി മുതലുള്ള ബില്ലുകൾ പാസ്സാകാത്തതിനാൽ കരാറുകാർ പ്രതിസന്ധിയിലാണ്. ഈ വർഷം എത്ര തുക വീതമാണ് വിവിധ പദ്ധതികൾക്ക് വകയിരുത്തിയിരിക്കുന്നതെന്ന് രേഖകളൊന്നും റെയിൽവേ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷൻ നവീകരണ പദ്ധതികളെയും പ്രശ്നം ബാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, വർക്കല, കൊല്ലം, എറണാകുളം ജംഗ്ഷൻ, എറണാകുളം ടൗൺ, കോഴിക്കോട് സ്റ്റേഷൻ നവീകരണ പദ്ധതികളിലും കോടികളുടെ കുടിശ്ശികയാണ് റെയിൽവേ നൽകാനുള്ളത്. ദക്ഷിണ റെയിൽവേക്ക് കഴിഞ്ഞ വർഷം ലഭിച്ച ബജറ്റ് വിഹിതം മറ്റു സോണുകളിലെ നിർമ്മാണങ്ങൾക്ക് വകമാറ്റിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായതെന്നും ആക്ഷേപമുണ്ട്.
സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് പരിശീലനം. 5ാം ക്ലാസ് മുതലുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് IAS, IPS പ്രവേശന പരീക്ഷകളിൽ വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ആയുർവേദ കോളേജിന് എതിർവശം കല്യാൺ ജ്വല്ലറിക്ക് സമീപം തൈവിള റോഡിലുള്ള പ്രൊഫസേഴ്സ് അക്കാദമിയിൽ അടിസ്ഥാന പരിശീലനം നൽകുന്നു. ഓൺലൈൻ ക്ലാസുകളുമുണ്ട്. സമയം തിരഞ്ഞെടുക്കാം. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി വീണ്ടും കാണാം.